ക്യാമ്പയിനെ നടത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇത്രയും ഡിവൈസുകളെ ദൈവം കൂട്ടിച്ചേർത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകമായി ഇന്ന് ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ ജോജി ജോർജിനെയും ഈ യോഗത്തിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇന്ന് ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നത് നജറാനിലുള്ള KS സിംഗേഴ്സ് ആണ്. റിനു വർഗീസ് കൊയർ ലീഡർ, മറ്റ് പ്രിയപ്പെട്ടവർ അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതേപോലെ ഇന്നത്തെ മെസ്സേജ് കൊടുക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് PK തോമസ് ആണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്റർസെസറി പ്രയർ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ സൂസൻ വർഗീസ്, പാസ്റ്റർ ജോജി ജോൺസൺ, മറ്റ് ദൈവദാസന്മാരായിരിക്കുന്ന ഇതിനകത്ത് സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം പഴയ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ PG വർഗീസ്, അങ്ങനെ ഈ ഡിവൈസിലായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പാസ്റ്റർ ജോജി ജോർജിനെ ഹാർദവമായി ക്ഷണിക്കുന്നു. യേശുവിന്റെ നിശ്ചല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥനാധ്വനിയുടെ സൗദി അറേബ്യയുടെ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രിയ സ്തോത്രം ശ്രീജിബറിനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വൈകിയ സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അല്പനിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച നല്ല സമയം കർത്താവിനെ സ്തുതിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ കർത്താവ് തന്ന ഈ നല്ല സാവകാശ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയില്ലാത്ത മനുഷ്യൻ സ്തോത്രം കരയിൽ വീണ മത്സ്യത്തെ പോലെ സ്തോത്രം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ നമ്മളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ അല്പനിമിഷങ്ങൾ സമയം വേർതിരിച്ച് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനിയുടെ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓൾറെഡി പ്രിയ സിജിബ്രദർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും, വിശിഷ്ടാതിഥികൾ, വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ, സ്തോത്രം എല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേക പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്യാനുണ്ട്. അനേകരും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത ടൈം സോണുകളിൽ ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നല്ലോ. സ്തോത്രം എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തോടെ വന്ദനം ചെയ്തുകൊണ്ട് സ്തോത്രം പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രാരംഭമായി ബ്രദർ സന്തോഷ് ഓപ്പണിംഗ് പ്രെയർ ചെയ്യുന്നതിനായി ബ്രദർ സന്തോഷിനെ സ്നേഹത്തോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസ്ഥലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം എന്നുള്ള വളരെ നിശ്ചയദാർഢ്യത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, സാഹചര്യം ഏതു തന്നെ ആയിരുന്നാലും ദൈവം എന്നോട് സംസാരിക്കുമെന്നുള്ള ബോധ്യത്തോടെ നമുക്കായിരിക്കാം. പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുന്നതിനായി ബ്രദർ സന്തോഷിനെ സ്നേഹത്തോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥനയിൽ. കാരുണ്യവാനായ യേശുവേ, സ്നേഹസ്വരൂപനായ കർത്താവേ, ഇന്ന് രാത്രികാല സമയത്ത് കർത്താവെ സ്തോത്രമപ്പ, ഞങ്ങൾ കൂടി വന്ന ഓരോ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവെ ഈ പ്രാർത്ഥനാ ധ്വനിയുടെ ഈ മീറ്റിങ്ങിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന മക്കളെല്ലാവരും കർത്താവെ ആത്മസാന്നിധ്യത്തോടെ നിറയുവാൻ, സമാധാനം അനുഭവിക്കുവാൻ കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും കർത്താവെ സ്തോത്രം ഒരു വിടുതലായി മാറുവാൻ തക്കവിധത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പച്ച. കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് കർത്താവെ സ്തോത്രം ആരാധന ലീഡ് ചെയ്യുന്ന കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവെ സഹോദരങ്ങളെ ഇതിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ സ്തോത്രം, ഹല്ലേലൂയ. ആരാധന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിഷേകത്തോടെ ആരാധിക്കുവാനുള്ള സാന്നിധ്യം കർത്താവെ സ്തോത്രം ഈ രാത്രികാലം നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ഇതിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണപ്പ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാം കർത്താവെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. നിന്റെ ദാസനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ സാന്നിധ്യത്തോടെ കർത്താവെ
സ്തോത്രമപ്പ. കടന്നു വന്നവർ കർത്താവെ എന്ത് ആഗ്രഹിക്കുന്നു കർത്താവെ സ്തോത്രം, അത് കർത്താവെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അറിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ സ്തോത്രമപ്പ. കൂടി വന്ന കർത്താവെ ആയിരിക്കുന്ന ഓരോ ദേശത്തും കർത്താവെ സ്തോത്രം, ഓരോ ഭവനങ്ങളിലും ആയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനാ ധ്വനിയിൽ കർത്താവ് ആയിരിക്കുന്ന ഓരോ മെമ്പേഴ്സും കർത്താവെ സ്തോത്രം അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആത്മസാന്നിധ്യത്തോടെ കർത്താവെ നിറയുവാൻ തക്കവിധത്തിൽ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. ഏതൊരവസ്ഥയിൽ കർത്താവ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു കർത്താവെ, അവസ്ഥയിൽ കർത്താവ് ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ രാത്രികാല കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് ഇടപെടാൻ മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത നന്മയ്ക്കാക്കി മാറ്റുന്ന കർത്താവെ സ്തോത്രം, വലിയ സാന്നിധ്യത്തിനായി സ്തോത്രമപ്പ. കടന്നു വന്ന കർത്താവെ സ്തോത്രം, ചെറുതും വലുതും എല്ലാ മക്കളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയെ നിർത്തണം, ബലപ്പെടുത്തണം, സകലത നന്മയ്ക്കാക്കണം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് കർത്താവിനെ ആരാധിപ്പാനായിട്ട് സമയത്തെ വേർതിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് ആരാധന നയിക്കുന്നത് സൗദി അറേബ്യയിൽ നജറാനിലുള്ള ദൈവസഭയിലെ നമ്മുടെ വാത്സല്യ സഹോദരങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ വളരെ ആദരവോടെ സ്നേഹത്തോടെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവർ അവരുടെ ആലയത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്തോത്രം, ഈ ഡിവൈസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി നിങ്ങൾക്ക് കഴിയുന്ന പ്രിയപ്പെട്ടവർ സ്തോത്രം, നിങ്ങൾ ഡിവൈസിൽ വീഡിയോ ഓൺ ചെയ്ത് സ്തോത്രം ഇതിനോട് സഹകരിക്കണം. കഴിയുന്നിടത്തോളം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ഇരിക്കുന്നിടത്തിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സമയം വിനിയോഗിക്കാം. വളരെ സ്നേഹത്തോടെ നജറാനിലുള്ള ദൈവസഭയെ ആരാധന നയിക്കുന്നതിനായി മുന്നോട്ട് ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സായ സന്ധ്യയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ എളിയ സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബ്രദർ പാസ്റ്റർ ജോജി ജോർജ് അവറുകൾ, പ്രാർത്ഥനാധ്വനി ഇന്റർനാഷണൽ ഡയറക്ടർ ബെൻസൺ പാസ്റ്റർ അവറുകൾ കുടുംബത്തിനും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ്, സിംഗേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ എളിയ വന്ദനത്തെ നജറാനിൽ നിന്നും അറിയിക്കുന്നു. നമ്മൾ ചില പാട്ടുകൾ ഇവിടെ ചേർന്ന് പാടുമ്പോൾ ഞങ്ങളോടൊപ്പം, നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ, റൂമുകളിൽ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പാട്ടുകൾ ചേർന്ന് പാടണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തിയ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം നമുക്ക് ചേർന്ന് പാടാം. ഒന്നുമില്ലായ്മയിൽ നിന്നും നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. Praise the Lord. ചേർന്ന് പാടിയാട്ടെ. ഒരിക്കൽ കൂടെ
കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്തുതിയും ആരാധനകളും നന്ദിയുമാണ്. ഓരോ ദിവസവും അവന്റെ കൃപകൾ ഓർത്താൽ എത്രമാത്രം അവനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. നാം ഇപ്രകാരം പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു: സ്തുതി ഗീതം പാടി പുകഴ്ത്തിയിടുന്ന മനുവേലനെ, അനുദിനം ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ ചുമക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുള്ളതിനാൽ നമുക്ക് കർത്താവിനെ വാഴ്ത്തി അവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അവരുടേതായ ഭവനങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ അത് വിടുതലായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാം. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്ന മനുവേലനെ.
ഹല്ലേലൂയ. നിങ്ങൾ അവിടെ ഇവിടെങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളൊപ്പം ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രത്യാശ എന്നുള്ളത് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ദുരിതങ്ങൾ മറന്ന് കർത്താവിനോട് കൂടെ നാം വാഴുക എന്നുള്ളതാണ്. ആ കർത്താവിന്റെ മൗത്ത പ്രത്യക്ഷയ്ക്കായി നാം കാത്തിരിക്കുകയാണ്. തൻ കൃപകൾ എന്നും ഓർത്ത് പാടിടുവീൻ. ദൈവം എന്നും അവന്റെ കൃപകളെ ഓർത്ത് പാടുവാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന അർത്ഥപൂർണ്ണമാകുന്ന ഒരു പാട്ട്, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറാ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നന്ദി അറിയിക്കുന്നു. ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവനോടുകൂടെ ആ കല്യാണ വിരുന്നിൽ നമുക്കും ചേരാം. മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കുന്ന ശുദ്ധരും ആ കല്യാണ വിരുന്നിൽ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിൽ നാമും അവിടെ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രത്യാശയുടെ ഗാനം കൂടെ ചേർന്ന് പാടി നമുക്ക് ഈ ആരാധനയിൽ നിന്ന് വിരമിക്കാം.
കർത്താവ് സഹായിക്കട്ടെ. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. എന്താശയം മാത്രമേ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തങ്ങൾ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. കർത്താവേ, കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തങ്ങൾ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനെ, കർത്താവേ, പ്രത്യാശയിൻ പ്രദീപമേ. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തങ്ങൾ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്തങ്ങൾ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. യേശുവേ മണാളനെ, പ്രത്യാശയിൻ പ്രദീപമേ. നല്ല ദിവസത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. വാരം തുറന്നു നടക്കുന്ന വചന ശുശ്രൂഷകൾ, എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നിലയിൽ ആരാധന ലീഡ് ചെയ്ത നജറാനിലുള്ള ദൈവസഭയ്ക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഇന്റർസെഷറി പ്രേയറിനായിട്ട് വാത്സല്യ ദൈവദാസി സിസ്റ്റർ സൂസൻ വർഗീസ് അവരുകളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രിയ ദൈവദാസി കൂടെയുള്ള പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുകയും സ്തോത്രം പ്രാർത്ഥനയ്ക്കായി വിഷയങ്ങൾ സ്തോത്രം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ, ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി വാത്സല്യ ദൈവദാസി സൂസൻ വർഗീസ് അവരുകളെ സ്നേഹത്തോടെ പ്രാർത്ഥന നയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം KS പ്രാർത്ഥനാധ്വനി ചാപ്റ്ററിലേക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ തക്കണം സർവശക്തനായ ദൈവം ഇടയാക്കിയ വൻകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ജോജി ജോർജ്, അതുപോലെ പുതിയ കമ്മിറ്റി മെമ്പേഴ്സ്, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് നടത്തിയ സിംഗേഴ്സ്, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി മീറ്റിംഗ് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഇന്റർനാഷണൽ പ്രാർത്ഥനാ ധ്വനി ചെയർമാൻ പാസ്റ്റർ ബെൻസൺ ദാനിയൽ കുടുംബവുമായിട്ട് ചില വർഷങ്ങളായിട്ട് എനിക്ക് പരിചയവും, പ്രത്യേകിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനാ ധ്വനിയുടെ സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. ജോയിൻ ചെയ്യാൻ കഴിയുമ്പോഴൊക്കെയും ജോയിൻ ചെയ്യാറുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ കൈത്താങ്ങുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ 15ഓളം ലോക രാജ്യങ്ങളിലെല്ലാം ഹല്ലേലൂയ ഇതിന്റെ ചാപ്റ്റർ ആരംഭിച്ച് വർഷങ്ങളായിട്ട് അനേക നൂറുകണക്കിന് വിഷയങ്ങൾക്ക് ഇടവി നിൽക്കുവാനും പ്രാർത്ഥിപ്പാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന വൻകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനത്തില് ആരംഭം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇടവിൽ നിൽക്കുക, മധ്യസ്ഥത അണിക്കുക എന്നുള്ളത് ആമേൻ ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ നോക്കിയാലും മോശയുടെ ജീവിതത്തിൽ നോക്കിയാലും എല്ലാം നമുക്ക് ഹല്ലേലൂയ പഠിക്കുവാനുള്ള വചനങ്ങളാണ്. അബ്രഹാമിനെ വിട്ടുപോയ ഒരു ലോത്തിന് വേണ്ടി ഇടവി നിൽക്കുന്നു. ആമേൻ സ്തോത്രം. മോശയുടെ നേരെ പിറുപിറുത്ത ഇസ്രായേൽ ജനത്തിനു വേണ്ടി മോശ ഇടവിൽ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലും അടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ദൈവവചനത്തിന്റെ വ്യവസ്ഥയാകിയാൽ ഹല്ലേലൂയ ദൈവം നമ്മെ നോക്കുന്നത് ആരിടവിൽ നിൽക്കും, ആര് പ്രാർത്ഥിക്കും, പ്രാർത്ഥനയിൽ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും എന്നറിയുന്ന സഹോദരി സഹോദരന്മാരെയാണ് ഇന്ന് ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനാ പോരാളികളായി ആമേ യുദ്ധം ചെയ്ത് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഈ നാളുകൾ ഇടവി നിൽക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണല്ലോ. ശക്തരായ മധ്യസ്ഥ പ്രാർത്ഥനക്കാര് മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ ആമേ മുഴുകുന്നവരെ ഉത്സാഹത്തോടെ ആമേൻ ഈ യുദ്ധത്തിൽ സ്വർഗീയ ശക്തി ലഭിക്കുന്നത് വരെ, ദൈവഹിതം ഭൂമിയിൽ നിറവേറുന്നത് വരെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തന്റെ ജനങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരിക്കണമെന്ന് ദൈവം വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഇന്ന് രാത്രികാലം ഞാൻ പ്രാർത്ഥന സബ്ജക്ട് പറയുന്ന ഉടനെ ഇതിനകത്ത് ഏറ്റിരിക്കുന്നതായിട്ടുള്ള സഹോദരി സഹോദരങ്ങളുണ്ടല്ലോ, ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കണം. ആമേ നമുക്ക് സമയം തീരെ കുറവാണല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ ഇന്ന് രാത്രി നാം ഓരോരുത്തരും അനുഭവിച്ചറിയട്ടെ. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുവാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം, ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ. പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭകള്, ദൈവത്തിന്റെ ജനം നമ്മൾ ഓരോ ദിവസങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക ദൈവദാസന്മാര് ഹല്ലേലൂയ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നു. ഹല്ലേലൂയ. അനേകര് ജയിലറകളിൽ വർഷങ്ങളായിട്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജയിലറകളിൽ നിന്നായിരുന്ന ദേവദാസന്മാര് ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി സ്തോത്രം അർപ്പിക്കുവാൻ തൊക്കെ നമുക്ക് ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും പീഡ അനുഭവിക്കുന്ന അനവധി യുപിയിലാണ്, രാജസ്ഥാനിലെ ജമ്മുവിലെ, ഞാൻ ഇതെല്ലാം വിശദീകരിക്കാൻ പറ്റത്തില്ല. എല്ലാ ദൈവദാസന്മാരെ ജയിലറകളിൽ കിടക്കുന്നവർക്ക് എത്രയും വേഗത്തിൽ ഒരു മോചനം ലഭിക്കണം. കേരളത്തിലെ 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകരാജ്യ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങള് ഹല്ലേലൂയ യുദ്ധശ്രുതികളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതെല്ലാം നിർത്തൽ ചെയ്യണം. യഹോവ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു എന്ന വചനമാ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് സിസ്റ്റർ ജിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥന ധ്വനി എന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രത്യേക ഞങ്ങളുടെ എല്ലാ ദേവദാസ പ്രാർത്ഥിക്കുന്നു. ദൈവവേലയിലായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവിക സാന്നിധ്യം മാറാകണം. അനേക ദേവദാസന്മാര് കഷ്ടതയിലും ഭാരത്തിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്, പീഡനം അനുഭവിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെയൊക്കെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വേല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന എല്ലാ ദേവദാസന്മാരെയും ദൈവം സഹായിക്കണം. കർത്താവ്, അവരെയൊക്കെ ജയിലറുകളിലായിരിക്കുന്നവരെയൊക്കെ ദൈവം വിടുവിക്കുമാറാകണം. കർത്താവെ, അങ്ങയുടെ നാമം മാത്രം മഹത്വമായിരിക്കണം. എല്ലാ മനുഷ്യരും കർത്താവ് ആരെന്നറിയുന്ന ദിവസം വരുവാൻ ഇടയാക്കുമാറാകണം.
എല്ലാ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനായും പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം. നല്ല എല്ലാ ദൈവദാസന്മാരെ ഈ സമയത്ത് ഓർക്കുന്നു. ഇന്ത്യക്ക് അകത്ത് പുറത്ത് അനേക വിദേശ രാജ്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേലയിലൊക്കെ അവരെ ശ്രേഷ്ഠമായി അധ്വാനിപ്പാൻ തക്കവണ്ണം ദൈവം അവരെയൊക്കെ സഹായിക്കുമാറാകണം. എല്ലാം പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ ദാസ്യ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തായിട്ട് യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു കാലയളവാണ്. ഹല്ലേലൂയ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് അനേക മാതാക്കള്, പ്രത്യേകിച്ച് മാതാക്കളാണ്, അനേക സൂം മീറ്റിങ്ങുകളിൽ നിലവിളിയും കണ്ണുനീരും ഹല്ലേലൂയ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹല്ലേലൂയ ചങ്ക് തകരുന്നത് പോലെയുള്ള വിഷയങ്ങളാണ്. എല്ലാം കൂടി ഇവിടെ പൊതുവെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് യുവതലമുറകളെ ഓർത്ത് പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാം. ഇപ്പം 10, 11, 12 ക്ലാസ്സുകളിലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന കുഞ്ഞുങ്ങളെക്കാളിലും ടെൻഷൻ മൊത്തം അമ്മമാർക്കാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ഭയം മാറണം. ആമേൻ. അവർ നിരാശപ്പെട്ടു പോകുവാൻ ഇടയാക്കരുത്. ആമേൻ. സ്തോത്ര. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ക്ലാസ്സുകളിലെ പരീക്ഷകളൊക്കെ ഈ നാളുകളിലെ ബോർഡ് എക്സാം ആണേലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ബുദ്ധി ജ്ഞാനവും ദൈവം കൊടുക്കട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ മാതാപിതാക്കൾ ഭാരപ്പെടാതെ ആ കുഞ്ഞുങ്ങളുടെ നന്മ കണ്ട് സന്തോഷിപ്പാനൊക്കെ ദൈവം ഇടയാക്കട്ടെ. അതുപോലെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ വണ്ണം വിവാഹം നടക്കാത്ത അനേക യൗവനക്കാർ കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദേശ രാജ്യങ്ങളിലെ ലോകരാജ്യങ്ങളൊക്കെ പഠിക്കാൻ പോയ യൗവനക്കാരുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. PR കിട്ടണം, വിസ കിട്ടണം, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നതായിട്ടുള്ള യുവതലമുറകളുണ്ട്. അവരെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ബ്രദർ അനുദാസ് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവെ സ്തുതിക്കുന്ന കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ധനിയുടെ പ്രാർത്ഥനയുമായി കടന്നു വരുവാൻ അങ്ങയുടെ കർത്താവെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇടയാക്കിയ നല്ല അവസരത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഈ സൗദി അറേബ്യയുടെ മണ്ണിലിരുന്നു കൊണ്ട് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥത ചെയ്യുവാൻ കുറച്ച് സമയത്ത് ദൈവം വേർതിരിച്ച് കൃപയെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നശിച്ചു പോകുന്ന ഞങ്ങളുടെ യുവതലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മറ്റ് ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം ഈ നാളുകളെ അവരെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യൗവനക്കാരെ ദൈവം തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യൗവന ഹൃദയങ്ങളിൽ ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യൗവനം തുച്ഛീകരിക്കാതെ വണ്ണം ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ പലവിധമായ വിഷയങ്ങളെ ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലോ. ഹല്ലേലൂയ. പുറത്ത് പറയാൻ കഴിയുന്നതും കഴിയാത്തതുമായ അനേക ഹൃദയങ്ങൾ ഹല്ലേലൂയ പലരും മാതാപിതാക്കളുടെയും ഹൃദയങ്ങൾ നുറങ്ങിയിരിക്കുന്ന ഈ സമയത്ത്, പലരുടെയും കണ്ണുനീര് തോരാതിരിക്കുന്ന ഈ സമയത്ത് ദൈവം കർത്താവ് ഈ നാളുകളിൽ അവിടെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, സാത്താൻ ഹല്ലേലൂയ, പിശാച് ഹല്ലേലൂയ പല യൗവനക്കാരുടെ ഹൃദയങ്ങളെ ഹല്ലേലൂയ ദൈവത്തിങ്കൽ നിന്ന് മാറ്റി, ഹല്ലേലൂയ ക്രൂശിൽ നിന്ന് മാറ്റി, ഹല്ലേലൂയ ലോകപരമായ ചിന്തകളിൽ, ഹല്ലേലൂയ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ അടിമപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം അവരെയൊക്കെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതവും വിടുതലുകളും ഈ നാളിൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. ദൈവമേ, പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സഭകളിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. കർത്താവേ, അവരൊന്ന് വീഴാതെ വണ്ണം ദൈവം കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ലോകം, പാപം, ജഡം, പിശാച് ഹല്ലേലൂയ ഇവയിൽ നിന്നൊരു മോചനത്തെ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ലോകത്തിന്റെ ഹല്ലേലൂയ പലവിധമായ കാര്യങ്ങളിൽ അകപ്പെട്ട് കണ്ണ് ഹല്ലേലൂയ മഞ്ഞളിച്ച് പോകാതെ വണ്ണം ദൈവം അവരെയൊക്കെ അവിടെ കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന എക്സാമിന്റെ സ്തോത്രം ചെയ്യുന്ന. ഹല്ലേലൂയ. എല്ലാ എക്സാമുകൾ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 10ാം ക്ലാസ്സിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. +2 എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റ് പലവിധമായ പ്രൊഫഷണൽ കോഴ്സുകളിൽ കർത്താവെ എഴുതുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാട്ടിലായിരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലിന്റെ മറവിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ കർത്താവ് അവരെന്ത് ചെയ്യുന്നു ഞങ്ങൾ അറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയെ സാന്നിധ്യം അവരെ പൊതിഞ്ഞോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അവരെയൊക്കെ ദൈവം വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ ആയിരുന്നുകൊണ്ട് പലവിധ ആവശ്യമായ മുഖങ്ങളിലേക്ക് നോക്കുന്നവരുണ്ടല്ലോ. ഹല്ലേലൂയ. PR ലഭിക്കേണ്ടവർക്ക് PR ലഭിക്കാൻ, വിസ ലഭിക്കേണ്ടവർക്ക് വിസ ലഭിക്കുവാൻ, റിന്യൂ ചെയ്ത് കിട്ടേണ്ടവർക്ക്
തക്ക സമയത്ത് റിന്യൂ ചെയ്ത് കിട്ടുവാൻ കർത്താവെ പാസ്പോർട്ടിൻ്റെതായ ഇഷ്യൂവിലൊക്കെ ആയിപ്പോയവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എല്ലാ വിഷയങ്ങൾക്കും മറുപടി അയക്കുന്ന കൃപയെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ വിട്ടുപോയ വിഷയങ്ങളെ മേലും ദൈവം ആമേൻ അനുഗ്രഹം ആമേൻ. പ്രവർത്തിക്കും. യേശു കർത്താവ് ഈ നാമത്തിൽ തന്നെ പ്രാർത്ഥന എല്ലാം ആമേൻ. കേട്ട് മറുപടി അയക്കാൻ പോകുന്നതിനായി നമുക്ക് ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം തന്നെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായിട്ട് ആമേൻ. ഇന്ന് വിവിധ നിലകളിൽ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അധികം ഫലിക്കും. നിങ്ങൾ തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ കേസ് പ്രാർത്ഥനാധ്വനി ഗ്രൂപ്പ് ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഇതിനകത്തെല്ലാം വരുന്ന അനേക രോഗികൾ, ആക്സിഡന്റ് വന്നവരെ, വളരെ ഭാരത്തോടെ ആയിരിക്കുന്നവരെ, വെന്റിലേറ്ററിൽ, ICU അങ്ങനെയൊക്കെ വിവിധ നിലകളിൽ കിടക്കുന്ന അനേക രോഗികളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഭാരപ്പെടുന്നവരെ, അതുപോലെ കടഭാരത്താല് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നവരെ, വീടില്ലാത്തവരെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ കഴിയാത്തവരെ, നമ്മൾ അങ്ങോട്ട് വിഷയങ്ങൾ പറയാൻ തുടങ്ങിയ ഒന്നിനൊന്നൊന്നായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ചോദിച്ചാൽ വിവിധ തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ സഭകൾ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാത്ത രാജ്യത്ത് ഇത്രത്തോളം സ്വാതന്ത്ര്യമൊക്കെ ദൈവം തന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 28ാമത്തെ വർഷമാണ്. ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിംഗ് നടത്തുന്നത്. ഈ പ്രയർ സബ്ജക്ട് പറയുന്നത് 28ാമത്തെ വർഷം വരെ ഈ ബിൽഡിങ്ങിനകത്ത് ദൈവത്തിന്റെ കൃപ ഒന്നു മാത്രമാണ് പ്രിയമുള്ളവരെ. ഇന്നും ഹല്ലേലൂയ ഈ ദൈവസഭ മുൻപോട്ട് പോകാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. ഈ KSAയിലുള്ള ആരാധനാലയങ്ങളെ, സഭകളെ ഒക്കെ ദൈവകരങ്ങളിൽ നമ്മൾ എന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ഒത്തിരി വിഷയങ്ങളെ പ്രാർത്ഥിക്കും. രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെ ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. സിസ്റ്റർ ജെറീന റെജി വളരെ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചു നിർത്താം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ, നന്ദി അടങ്ങിയ വാഴ്ത്തുന്ന പ്രശ്നിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയത്ത് കർത്താവ് പ്രാർത്ഥന ഇനിയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലിരിക്കുന്ന നല്ല കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേക കർത്താവ്, രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ്. അടിയനുൾപ്പെടെ കർത്താവ് പലവിധമായ ശാരീരിക അസ്വസ്ഥതകൾ ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്നു. കാലാവസ്ഥയുടേതായ പ്രതികൂലങ്ങൾ, കർത്താവ് ആക്സിഡന്റുകളായി, കർത്താവ് മാരകമായ രോഗങ്ങളാലൊക്കെ ഭാരപ്പെട്ട് കിടക്കയിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവെ ആത്മീയമായ ഒരു ബലപ്പെടും വചനത്തിൽ കർത്താവ് ഉറച്ച് കർത്താവ് ദൈവത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ വിടുതൽ പ്രാപിപ്പാൻ, കർത്താവ് കിടക്ക് വിട്ടെഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിന്റെ വിടുതൽ ഈ ദിവസങ്ങളിൽ കർത്താവ് രോഗ ശരീരത്തിൽ കർത്താവ് അനുഭവിച്ചറിയുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. വരും ദിവസങ്ങളിൽ കർത്താവ് ദൈവിക സാക്ഷ്യം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അപ്പം അങ്ങയുടെ ആക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര വലിയ രോഗമാണേലും എന്തെല്ലാം കർത്താവ് പ്രതികൂലങ്ങളാണേലും കർത്താവ് പക്ഷെ അതെല്ലാം മാറ്റി പൂർണ്ണ സൗഖ്യം, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ ബലം കർത്താവ് കുഞ്ഞുങ്ങളുടെ ശരീരങ്ങളുടെ മേൽ കർത്താവ് പക്ഷെ അവിടുന്ന് കൽപ്പിച്ചു കൊടുക്കുമാറാകണം. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരമെടുത്തിട്ട് കർത്താവ് പൂർണ്ണമായ സൗഖ്യം കർത്താവ് അവിടുന്ന് കൽപ്പിക്കുന്നതിനായി കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവ വിടുതൽ അവിടുന്ന് വ്യാപരിക്കുന്നതിനെ സ്തുതിക്കുന്നു. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് ഞങ്ങളുടെ കരം അയച്ച് വിടുവിക്കുമാറാകണം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ. കർത്താവ് എല്ലാ ഇടങ്ങളിൽ അയക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തുമാറാകണം. കർത്താവ് ഒന്നിനാലും ആരും ഭാരപ്പെടുവാൻ ഞെരുങ്ങുവാൻ കർത്താവ് അങ്ങ് സമ്മതിക്കല്. ഞങ്ങളെ നന്നായി അറിയുന്ന യേശുപ്പച്ചന്റെ കരം കർത്താവ് തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണം. ഞങ്ങളുടെ ചെറുതും വലുതും എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ കൃപ കൂടിയിരുന്ന അത്ഭുതകരം അതിശയകരമായി ഇവിടുന്ന് വഴി നടത്തുന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യാണ്. കർത്താവ് വീണ്ടും പ്രത്യാശയോടും ഭയത്തോടും ഭക്തിയോടും കൂടെ അങ്ങനെ സല്ലായപ്പൻ ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിപ്പാനുള്ള കൃപ വീണ്ടും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഒരിക്കൽ കൂടെ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രത്യേക രോഗികളെ അവരെയൊക്കെ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ സൗഖ്യം അവിടുന്ന് കൊടുത്തിരിക്കുക. നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാണ് ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. കർത്താവിന്റെ ദാസ്യ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒന്നിച്ച് ഒരു മിനിറ്റൂടെ പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവും പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. എന്റെ ചെയർമാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹാലിയ പുതിയ കമ്മിറ്റി മെമ്പേഴ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സിംഗേഴ്സിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി തിരുവചനം ശുശ്രൂഷിക്കാൻ പോകുന്ന അങ്ങയുടെ ദാസനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കണമേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് എന്ത് ഞങ്ങളോട് സംസാരിപ്പാനുണ്ടോ അത് ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. താങ്ക് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അമേൻ അമേൻ അമേൻ. വളരെ അനുഗ്രഹീതമായ നിലയിൽ
പ്രാർത്ഥന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസി സിസ്റ്റർ സൂസൻ വർഗീസിനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. പ്രൈസ് 1 ശമൂവേൽ 12:23 ഇങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. പ്രാർത്ഥന ഏറ്റവും അനിവാര്യമുള്ള കാര്യമാണ്. നമ്മുടെ ഉത്തരവാദിത്വം മാറാതെ ചുരുങ്ങിയ സമയം കൊണ്ട് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തു. തുടർന്നും എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നാം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ശ്രമിക്കുവാനായിട്ട് പോകുകയാണ്. വളരെ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ നമുക്ക് നമ്മെ തന്നെ ദൈവജനത്തിന് മുൻപാകെ സമർപ്പിച്ചു കൊടുക്കാം. വചനം സംസാരിക്കുന്നതിനായി ഇവാഞ്ചലിസ്റ്റ് പി കെ തോമസ് അവറുകളെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തന്റെ രാത്രി സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രാർത്ഥനാധ്വനി ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവറുകൾ, അദ്ദേഹത്തിന്റെ വാത്സല്യ കുടുംബം, അതുപോലെ തന്നെ KSI ചാപ്റ്ററിന്റെ മുൻ ചെയർമാനായിരുന്ന കർത്താവിദാസൻ പാസ്റ്റർ PG വർഗീസ് അവറുകൾ, ഇന്നത്തെ ഈ യോഗത്തിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ സ്റ്റിജി ജോർജ് അവറുകൾ, അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചെയർമാനായിരിക്കുന്ന കർത്താവിദാസൻ പാസ്റ്റർ ജോജി ജോർജ്, അതുപോലെ തന്നെ കർത്താവിദാസൻ മറ്റ് ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് പുന്നൻ കെ അബ്രഹാം, കോർഡിനേറ്റേഴ്സ് ആയിരിക്കുന്ന സ്റ്റിജി ജോർജ്, പാസ്റ്റർ ജോജി ജോൺസൺ, പ്രയർ കോർഡിനേറ്റേഴ്സ് പ്രയർ കോർഡിനേറ്റേഴ്സ്, മിഷൻ കോർഡിനേറ്റേഴ്സ്, മീഡിയ കോർഡിനേറ്റേഴ്സ്, സബ് എഡിറ്റേഴ്സ്, മെമ്പേഴ്സ്, സ്ക്വയർ ടീം, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. എല്ലാവരുടെയും പേരുകൾ പറയാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാത്തത്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. വാത്സല്യ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ചേർന്ന് ആമേൻ അടിയനും ഈ രാത്രികാലം അല്പസമയം കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും എല്ലാം ഇടയായല്ലോ. മനോഹരമായ പാട്ടുകൾ പാടുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. ടീമിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ ശബ്ദത്തിൻ്റെതായ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ബാധിക്കാതെ വണ്ണം അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആയിരിക്കുന്ന ഒരു ഫീല് എൻ്റെ ഹൃദയത്തിൽ വരുവാൻ കാരണം ഇടയായി തീർന്നു. അവിടെയുള്ള ദൈവമക്കളെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം. നജറാൻ, പ്രത്യേക സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് എന്തും ഒരു വലിയ ആത്മാർത്ഥത ഉള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഒരു വലിയ എരിവും തീഷ്ണതയും ഉത്സാഹവും ഉല്ലാസവും ഉന്മേഷവും ഒക്കെ നൽകുന്നതായ ഒരു രാജ്യവും ഒരു സ്ഥലവുമാണ് പ്രൈസ് ലോർഡ്. ഞാൻ ദൈവസഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അവിടെയുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം. പ്രത്യേക സൗദി അറേബ്യയുടെ ആമേൻ എല്ലാ ഭാഗങ്ങളിലും ആയി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജെറിൻ തോമസ് അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രൈസ്. പേര് പറയാൻ ഒത്തിരി പേരുണ്ട്. ഞാൻ കഴിഞ്ഞ നമ്മുടെ മീറ്റിംഗിൽ 2-3 പേരെ പുതിയതായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബ്രദർ ഷാരോൺ ദേവ്, അതുപോലെ തന്നെ ബ്രദർ ജഗൻ വർഗീസ്, പാസ്റ്റർ വർഗീസ് ജോൺ, അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അനുദാസ് ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബിജു ജേക്കബ് ബ്രദറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസറോ ഇതുപോലൊരു അവസരം കിട്ടിയത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസറോ. അപ്പോൾ തന്നെ പ്രൈസറോ നമ്മുടെ ഈ പ്രാർത്ഥനാധ്വനി കൂട്ടായ്മയിൽ ഈ പ്രാർത്ഥനാധ്വനി കൂട്ടായ്മയിലേക്ക് അടിയന് കടന്നു വരുവാൻ ഒരു മുഖാന്തരമായത് ഫസ്റ്റ് PG വർഗീസ് അവറുകളാണ്. അദ്ദേഹമാണ് എന്നെ ഈ പ്രാർത്ഥനാധ്വനി കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ ഇടയായിത്തീർന്നത്. 1993 ഞാൻ സൗദി അറേബ്യയിൽ വരുവാൻ ഇടയായത്. 2000 ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ആമേൻ. പ്രൈസ്. 2000 മെയ് മാസത്തില് ചെങ്കടലിൽ വെച്ച് സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ അതിനുശേഷം ആമേൻ നജറാനിൽ വെച്ച് തന്നെ ഏതാണ്ട് 3 തവണയോളം ഞങ്ങൾ ആരാധനയെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആമേൻ. അതിൽ 2 പ്രാവശ്യം ഞങ്ങൾ ജയിലിൽ പോവാൻ, ജയിലിലല്ല പോലീസ് സ്റ്റേഷൻ വരെ പോയി, ജയിലിനകത്ത് പോകാൻ ഇടയായില്ല. അത് 1 പ്രാവശ്യം വീട്ടുതടങ്കലിൽ ആയിരിക്കാൻ ഇടയായി, ഒരു പകല് മുഴുവൻ. അതുപോലെ തന്നെ ആമേൻ ജവാസാത്തിനുള്ളിൽ വെച്ച് 1 പ്രാവശ്യം എന്നെ അവർ പിടിക്കാനിടയായി. ആമേൻ. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ ഞാനും വൈഫും സൗദി അറേബ്യ വെച്ച് തന്നെ വിചാരണ നേരിടാൻ ഇടയായി തീർന്നു. ആമേൻ. അവസാനത്തെ ആരാധന പിടിക്കപ്പെടുന്നത് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചായിരുന്നു. പലതില് അന്ന് അതിന്റെ പേരില് ഞങ്ങള് കോടതിയിലൊക്കെ പോയി വിചാരണ നേരിടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. ആമേൻ. പ്രൈസ് ലോർഡ്. സൗദി അറേബ്യയുടെ ബന്ധത്തിൽ
ആമേൻ ഞങ്ങൾക്ക് പറയാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞങ്ങള് ആരാധനയ്ക്ക് ഒരു സമയത്ത് നജറാനിൽ ഒരു വാതിലുകളും തുറക്കപ്പെടാൻ നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ ആർക്കും ഒരിടത്തും ഒരു ആരാധന നടത്തുവാൻ പറ്റാത്ത സ്ഥിതിയിൽ അവിടെ പ്രയാസങ്ങൾ നേരിട്ട പ്രതികൂല സാഹചര്യം ഞങ്ങള് വെള്ളിയാഴ്ച വെളുപ്പിനെ പല സ്ഥലങ്ങളിലും പോയി ആരാധന നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സന്നിയായിലുള്ള ക്രഷർ സന്നിയായിലുള്ള വർക്ക്ഷോപ്പുകളിൽ പോയി ആരാധന നടത്തിയിട്ടുണ്ട്. എരുമയ്ക്ക് പോകുന്ന വഴിക്കുള്ള ക്രഷർ പ്ലാന്റുകളിലൊക്കെ പോയി ആരാധന നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ 185 കിലോമീറ്റർ ദൂരത്ത് ബദർ ജനൂബിൽ പോയി ഒരു മല അടിവാരത്തില് 6 വണ്ടികൾ കൊണ്ട് മതിൽ തീർത്ത് അതിനകത്ത് കാർപ്പറ്റൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് ഞങ്ങൾ ആരാധിച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്നൊക്കെ ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന കർത്താവിദാസനാണ് പാസ്റ്റർ തോമസ് പുളിവേലിൽ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റർ ബാലൻ, അവരൊക്കെ ഇന്ന് നാട്ടിലാണ്. പ്രൈസ് ദി ലോർഡ്. അടിയനും 2022 നാട്ടിലേക്ക് പോരുവാനുള്ള സാഹചര്യം ഉണ്ടായി. പ്രാർത്ഥനാധുനിയില് ഞാൻ ചേർന്ന നാൾ മുതൽ കർത്താവിദാസൻ PG വർഗീസിന്റെ ആ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിക്കവാറും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാനും ആത്മാർത്ഥമായിട്ട് നിൽക്കുവാനൊക്കെ ഇടയായിത്തത്. അതുകൊണ്ടായിരിക്കും ബെൻസൺ പാസ്റ്റർ എന്നെ അവിടുന്ന് പോന്നിട്ട് ഒഴിവാക്കിയില്ല. ഇവിടെ വന്നപ്പോൾ കേരള ചാപ്റ്ററിലും എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചു. ആലപ്പുഴ ഒരു ചാപ്റ്റർ തുടങ്ങി, അതിലും ഞാനുണ്ട്. അപ്പോ പ്രാർത്ഥനാധുനിയോട് ചേർന്ന് അന്ന് മുതലേ പ്രവർത്തിച്ചു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ഒരു അവസരം കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകാൽ ഇന്ന് ഈ രാത്രിയിലും സൗദി അറേബ്യയിലായിരിക്കുന്ന ദൈവദാസന്മാരുടെ ദൈവമക്കളോട് ചേർന്ന് പ്രാർത്ഥനാധുനിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ ഒരു അവസരം കൂടി ദൈവം തന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുമ്പിൽ സമയം തീരെ കുറവാണല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഇനി അവസരം കിട്ടിയാൽ സാക്ഷ്യമൊക്കെ പറയാം. ഇപ്പോൾ അല്പസമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ള, ഏകദേശം 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവം തന്നതായ ഒരു വചനഭാഗം നമുക്ക് വായിക്കുകയും അതിൽ നിന്ന് ചില ആലോചനകൾ ദൈവസന്നിധിയിൽ ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒന്നും കൂടെ ഞാൻ വായിക്കാം. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തില് 7 സഭകളോട് ദൂത് എഴുതുവാനായി കർത്താവ് അപ്പോസ്തലനായ യോഹന്നാന് ഹല്ലേലൂയ നിർദ്ദേശം കൊടുക്കുകയും യോഹന്നാൻ മുഖാന്തരമായി 7 സഭകളോടും കർത്താവ് പറയുന്നതായ ദൂതുകളാണ് നമ്മളിവിടെ ഇവിടെ കാണുന്നത്. 2-3 അധ്യായങ്ങളിൽ, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനകത്ത് പ്രൈസ് ദി ലോർഡ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ടെങ്കിലും നമ്മുടെ മുമ്പില് സമയം വളരെ കുറവായതുകൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നിർത്തുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ 7 സഭകളുണ്ടെങ്കിലും 5 സഭകളോടും കർത്താവ് ആവശ്യപ്പെടുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഓരോരുത്തരോടും പറയുന്നത്, നിന്റെ പ്രവൃത്തികളൊക്കെ ഞാൻ അറിയുന്നു. നിന്റെ കഷ്ടതയും നിന്റെ സഹിഷ്ണുതയും നിന്റെ ക്ലേശങ്ങളും നിന്റെ ബുദ്ധിമുട്ടുകളും നിന്റെ ഭാരങ്ങളും നിന്റെ പ്രയാസങ്ങളും ഞാൻ വിവരിക്കാനുള്ള സമയം അതോടാ പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം കർത്താവ് അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും എല്ലാം കർത്താവ് അറിയുമ്പോൾ തന്നെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എങ്കിലും നിനക്ക് ഒരു കുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോ സഭകളോടും ഹല്ലേലൂയ കർത്താവ് ആ കുറവ് എടുത്ത് കാണിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഹല്ലേലൂയ സ്തോത്രം നമ്മെ ഇഷ്ടമാണ്, നമ്മെ സ്നേഹമാണ്, നമ്മെ ഹല്ലേലൂയ വിളിച്ചതും വേർതിരിച്ചതും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ എന്തെങ്കിലും നൽകി നമ്മളെ ഒന്ന് താൽക്കാലികമായി സന്തോഷിപ്പിച്ച് അനുഗ്രഹിച്ച് ഒരു നല്ല കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ തന്ന് മുന്നോട്ട് പോകുന്നുള്ളത് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ വലുതായി നമുക്ക് വേണ്ടി ഒരു നിത്യഭവനം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഒരു വിശ്വാസിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവുമൊത്തുള്ളതായ ആ നിത്യമായ വാസമാണ്. സ്തോത്രം. ഹല്ലേലൂയ.
അവിടെ എത്തിച്ചേരണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ കർത്താവ് ആവർത്തിച്ച് പറയുന്നതായ ഒരേ ഒരു കാര്യം, നീ മാനസാന്തരപ്പെടണം എന്നുള്ളതായ ആ ഒരേ ഒരു കാര്യമാണ്. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ്. പ്രത്യേകാൽ വിളിച്ചു വേർതിരിച്ചതായ ഓരോ ദൈവമക്കളോടും കർത്താവിന് പറയുവാനുള്ളത്, ആമേൻ, നീ മാനസാന്തരപ്പെട്ടുകൊള്ളണം. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചില വചനഭാഗങ്ങൾ ഹല്ലേലൂയ നമുക്ക് ധ്യാനിക്കാമല്ലോ. സ്തോത്രം ഹല്ലേലൂയ ആമേൻ. സങ്കീർത്തനങ്ങൾ 69:9 ഇങ്ങനെ പറയുന്നത്, 69:9 ആമേൻ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ആമേൻ. ഇത് ഹല്ലേലൂയ നമുക്കറിയാം ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദ് ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ ഒരു മശിഹ സങ്കീർത്തനം കൂടിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങളുണ്ടാവില്ല വായിക്കുമ്പോൾ. ആമേൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ആമേൻ ഹല്ലേലൂയ ഒരു പ്രവചന സങ്കീർത്തന ഭാഗങ്ങൾ കൂടിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണാൻ പറ്റും. ആലയ ശുദ്ധീകരണം കർത്താവ് നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഹല്ലേലൂയ സ്തോത്രം പ്രാവുകളെയും ആമേൻ ഹല്ലേലൂയ അതുപോലെ തന്നെ പ്രാവുകളെ വിൽക്കുന്നവരെയും നാണ്യപീഠത്തെ നാണ്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നവരെയും ഒക്കെ ആലയത്തിൽ നിന്നും പുറത്താക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവ് ഒരു ചാട്ട ഉണ്ടാക്കിക്കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. എന്തിനാ ഞാനിത് പറയുന്നത് ദൈവമക്കളെ? ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തില് പ്രൈസ് ലോർഡ് എന്തെങ്കിലും ഹല്ലേലൂയ കുറവശങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം മറ്റേ ഹല്ലേലൂയ സ്തോത്രം ചില വചനഭാഗങ്ങളിലേക്ക് ഞാൻ വരാം. ഹല്ലേലൂയ സമയത്തിന്റെ പരിമിതി ഉണ്ടല്ലോ. എങ്കിലും പറയുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവശങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് തിരിച്ചറിയുകയും അല്ലെങ്കിൽ നമ്മൾ അതിനെയൊക്കെ പുറത്താക്കിക്കൊള്ളുകയും വേണം. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഒരുപക്ഷെ നമുക്ക് ഭാരങ്ങൾ പ്രയാസങ്ങളൊന്നും വലുതായിട്ട് വരുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പാടി സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ഇങ്ങനെ മുമ്പോട്ട് പോകും. എന്നാൽ ഹല്ലേലൂയ ചില മുറുകെ പറ്റുന്ന പാവങ്ങൾ സ്തോത്രം നമ്മളെ മുമ്പോട്ട് വിടാതെ ഹല്ലേലൂയ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കാതെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മുമ്പിൽ ആത്മീയമായ ചില വാതിലുകളൊക്കെ പ്പെട്ടത് നമ്മൾ അറിയാതെ പോകുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പോലും നമ്മളെ വിട്ടുപോയത് നമ്മൾ അറിയാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മളിത് തിരിച്ചറിയണം. ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ കർത്താവ് പറയുന്നു, എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ വാണിഭശാലയാക്കി കളഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ചാട്ടയുണ്ടാക്കി ഹല്ലേലൂയ എല്ലാത്തിനെയും പുറത്താക്കി. ഹല്ലേലൂയ എന്റെ പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ ശിഷ്യന്മാർ ഹല്ലേലൂയ ഈ പ്രവചന വാക്യം ഓർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എന്നുള്ളതായ ആ വാക്യം. സ്തോത്രം ഹല്ലേലൂയ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1:10 നമ്മൾ വായിക്കും. ഇങ്ങനെ എഴുതിയേക്കുന്നത്, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കിയിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ കർത്താവ് നമ്മളെ വിളിച്ചെങ്കിൽ ഹല്ലേലൂയ നമുക്കൊരു അധികാരം കൂടെ തന്നിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്താ? ഹല്ലേലൂയ നിർമൂലമാക്കുവാൻ ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്നും നിർമൂലമാക്കി കളയേണ്ടതുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അത് പൂർണ്ണമായി കളഞ്ഞിട്ടില്ലെങ്കിൽ അത് ആക്കി കളഞ്ഞുകൊള്ളണം. അതുപോലെ തന്നെ ചിലത് പൊളിച്ചു കളയണം, ചിലത് നശിപ്പിച്ചു കളയണം, ചിലത് ഇടിച്ചു കളയണം. സ്തോത്രം ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ തന്നെ അല്ല ഇടിച്ചു കളയുകയും പൊളിച്ചു കളയുകയും ഒക്കെ നിർമൂലമാക്കുകയും ചെയ്യുന്നത് കൂടാതെ ഹല്ലേലൂയ നിന്നെ പണിയുവാനും നടുവാനും കൂടെ കർത്താവ് ഹല്ലേലൂയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെയും ഹല്ലേലൂയ കർത്താവ് ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അത് നമ്മൾ തിരിച്ചറിയണം. ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സഭയിൽ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ ഹല്ലേലൂയ സ്തോത്രം ആവശ്യമില്ലാത്തതായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ ഹല്ലേലൂയ കാണുകയും അത് തിരിച്ചറിയുകയും ഹല്ലേലൂയ സ്തോത്രം അതിനെതിരെ ഹല്ലേലൂയ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധിയെ തികച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ്. അപ്പൊ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് നാം ഓരോരുത്തരും. അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ 6:19 ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ
നിങ്ങൾ തന്താങ്ങൾക്കുള്ളവരല്ല എന്നും ആമേ അറിയുന്നില്ലയോ? ആമേ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആമേ സ്തോത്രം. നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ സ്തോത്രം. ആമേ പരിശുദ്ധാത്മാവ് ആമേ ഹല്ലേലൂയ ആമേ വിലയ്ക്ക് വാങ്ങിയ ആമേ ഹല്ലേലൂയ ദൈവത്തിന്റെ മന്ദിരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ ആമേ സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ് നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നത് കൊണ്ട് ആമേ ഹല്ലേലൂയ നാം ഇനി നമുക്കുള്ളവരല്ല. സ്തോത്രമല്ല. പ്രൈസ്. നാം ഇനി കർത്താവിന്റെ വകയാണ്. സ്തോത്രമല്ല. ദൈവത്തിന്റെ ആലയമാകുവാൻ, ദൈവത്തിന്റെ മന്ദിരമായി തീരാൻ ആമേ ഹല്ലേലൂയ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ദൈവം നമ്മളെ ആമേ ഹല്ലേലൂയ തന്റെ ആമേ ഹല്ലേലൂയ പരിശുദ്ധ പുണ്യാഹ രക്തം മറുവിലയായി കൊടുത്തുകൊണ്ട് കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ സ്തോത്രമല്ല ദൈവത്തിന്റെ ഹല്ലേലൂയ വകയാണ് ഇനി നമ്മള് നമുക്കുള്ളവരല്ല. സ്തോത്രമല്ല. പ്രൈസ്. നമ്മുടെ ഇഷ്ടമല്ല ഇവിടെ നടക്കേണ്ടത്. ആമേൻ. കർത്താവിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്. സ്തോത്രമല്ല. ആമേ. തുടർന്ന് ആമേ ഹല്ലേലൂയ താഴോട്ട് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന് 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തികീഴ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഭാഗങ്ങള് നമ്മളോട് വായിക്കുന്നു. അതിൽ വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല. സ്തോത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. 5 സഭകളോട് ദൂത് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിന്റെ 1-ന്റെ ആമേൻ 10 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, കർത്തൃ ദിവസത്തിൽ ആമേ ഞാൻ ആത്മവിവശനായി ആമേ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നു, അതിന്റെ 2-ന്റെ 1 മുതൽ വായിക്കുന്നു, എഫേസോസ് സഭയ്ക്കുള്ള ദൂത്. ആമേൻ. സ്തോത്രം. 2-ന് 4 മുതൽ ഇങ്ങനെ വായിക്കുന്ന, എങ്കിലും ആമേ കർത്താവ് പറയാം, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറവ്. ആമേ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതുള്ളതായ ഒരു വലിയ കുറവ്. ഹല്ലേലൂയ സ്തോത്രം. ആമേ. എഫേസസ് സഭയ്ക്കുണ്ട്. 2-മത് ഹല്ലേലൂയ സ്തോത്രം സ്മുർണ എന്ന് പറയുന്ന സഭ. അവിടെ കർത്താവ് പറയാണ്, പരീക്ഷാകാലത്തും ഉപദ്രവകാലത്തും വിശ്വസ്തനായിരിക്കുക. സ്തോത്രമല്ല. ഇതൊക്കെ നമുക്കുള്ള ദൂതുകളാ. സ്തോത്രമല്ല. ആമേ. നമ്മുടെ ജീവിത ആദ്യ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആമേ ഒന്നും കൂടെ തിരിച്ചറിയണം. സ്തോത്രമല്ല. ആമേ. പ്രൈസ് അല്ല. ആദ്യ സ്നേഹത്തിനെ കുറിച്ച് റോമർക്കുള്ള ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആരെ? ആമേൻ. പട്ടിണിയോ കഷ്ടതയോ ആമേ നഗ്നതയോ ആപത്തോ വാളോ വരുവാനുള്ളതോ ഇപ്പോഴുള്ളതോ ഒന്നിനും ആമേ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ ഒരു നാളും വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രമല്ല. നോക്കിക്കേ. സ്തോത്രമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേ. പൗലോസ് വളരെ ശക്തമായി പറയാം, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും ആമേ ഇവയ്ക്കൊന്നും നമ്മെ അകറ്റുവാൻ ഇടയായി തീരരുത്. സ്തോത്രമല്ല. തുടർന്ന് വായിക്കുമ്പോൾ ആമേ സ്തോത്രമല്ല 2-8 വായിക്കുന്ന സ്മുർണാസഭ ആമേ അവിടെ പറയുകയാണ്, പരീക്ഷാകാലത്ത് ആമേ സ്തോത്രമല്ല ഉപദ്രവം പരീക്ഷാകാലത്തും ഉപദ്രവകാലത്തും ആമേ വിശ്വസ്തനായിരിക്കാൻ ആമേ പ്രൈസ് സ്മുർണാസഭയോട് പറയാണ്. 3-മത് ആമേ 2-12 പെർഗമോസ് സഭയോട് പറയാണ്, ബിലയാമിന്റെ ഉപദേശം പിടിച്ചവർ നിനക്ക്, അതുപോലെ തന്നെ നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് അവിടെയുണ്ട്. സ്തോത്രമല്ലേ. നോക്കി, 2 തരം ആമേ ദുരുപദേശങ്ങൾ വ്യാപിച്ചവർ സഭയിൽ ആമേ നിൽക്കുക. സ്തോത്രമല്ല. ആമേ ഇതുപോലുള്ളതായ ദുരുപദേഷ്ടകന്മാർ പെരുകിയിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. സ്തോത്രമല്ല. ദൈവമക്കൾ ഇത് തിരിച്ചറിയുക. സ്തോത്രമല്ല. നമ്മളെ ഇവരാരും നയിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രമല്ല. അതുപോലെ തന്നെ ആമേ ഹല്ലേലൂയ സ്തോത്രം. അവരോട് പറയാ, പെർഗമോസ് സഭയോട് പറയാണ്, നീ മാനസാന്തരപ്പെട്ടുകൊള്ളണം. പ്രൈസ് ഹല്ലേലൂയ. ആമേ. വേഗത്തിൽ ഹല്ലേലൂയ അത് കമ്പി വാചകം ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങ് പോവുകയാണ്. സ്തോത്രമല്ല. അതുപോലെ തന്നെ 4-മത്തെ സഭ തുവതൈര സഭയോട് പറയുകയാണ്, 2-18 ഇങ്ങനെ പറയുന്നത്, ആമേൻ, ഇസബേൽ എന്ന സ്ത്രീയെ ആമേ നീ സഭയിൽ അനുവദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇസബേൽ എന്നുള്ള സ്ത്രീയെ ആമേ ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16 മുതലുള്ള അധ്യായത്തിലും അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒക്കെ ആമേ ഇസബേലിനെ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രമല്ല. ദൈവത്തോട് മത്സരിക്കുന്ന ആമേ, ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിനോട് മത്സരിക്കുന്ന ആമേ ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ്. കപടതയും ദുഷ്ടതയും ചതിവും വ്യാജവും എല്ലാം നിറഞ്ഞതായ ഒരു ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ലോർഡ്. ആമേൻ. സ്വഭാവമാണ് ഇസബേൽ എന്നുള്ളതായ ഹല്ലേലൂയ ആ സ്വഭാവം. പ്രൈസ് ഹല്ലേലൂയ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമേൻ സ്തോത്രമല്ല. പ്രൈസ് ലോർഡ്. ഇസബേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല നമ്മളത് കാണേണ്ടത്. സ്തോത്രം. കാരണം പുതിയ നിയമസഭയിലും ആമേ ഹല്ലേലൂയ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഇതൊരു ആത്മീയ സ്വഭാവമാണ്. സ്തോത്രമല്ല. പ്രൈസ് ഹല്ലേലൂയ. ഇതൊരു ആമേൻ സ്തോത്രം. ദൈവത്തോട് വിരോധം, വിഗ്രഹാരാധന, ആഭിചാരം, കപടത, ഭീഷണി, ദുരുപദേശം, ആത്മീയ
അധികാരത്തിന്റെ ദുരുപയോഗം, അതുപോലെ തന്നെ സത്യത്തെ ലഘൂകരിക്കൽ, ആമേൻ, പാപത്തെ സാധാരണമാക്കൽ, ആമേൻ, പാപസംബന്ധമായ ദൈവം വിടണമെന്ന് പറഞ്ഞതൊക്കെ ആമേൻ വിടാതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അതൊക്കെ അല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ അല്ല ഈ പാപത്തെയൊക്കെ സാധാരണമായി ലഘൂകരിച്ച് ആമേൻ ദൈവസഭയിൽ ആമേൻ ദൈവജനത്തിന്റെ ഇടയിൽ അല്ലി വിളമ്പിക്കൊടുത്ത് ദൈവജനത്തെ വഷളാക്കി തീർക്കുന്ന ഇസബേലിന്റെ ശക്തി, ആമേൻ, ഇത് ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ സഭയിലുണ്ടെങ്കിൽ, നമ്മുടെ ദേശത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മൾ ഒന്ന് തിരിച്ചറിയുക. സ്തോത്രം. കർത്താവ് ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളെന്ന് പറഞ്ഞ കർത്താവിന്റെ ആ എരിവാണ് ആമേൻ നമ്മളിവിടെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. 7 സഭകളിൽ 5 എണ്ണത്തിനോടും പറയാണ് നിമാനസാന്തരപ്പെട്ടുള്ള. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, എഫേസസ് ഫിലദൽഫിയയിലെ സഭയോട് ആമേൻ മാത്രം ആമേൻ കർത്താവ് അത് പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഫിലദൽഫിയ സഭ ആമേൻ അത് ഒരു ചെറിയ സഭയാണ്. അതുപോലെ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, ഒത്തിരി പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്ന ഒരു സഭയും കൂടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, കാലാവസ്ഥ കൊണ്ടും ആമേൻ ഒക്കെ വലിയ ഹല്ലേലൂയ ഭൂകമ്പവും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഹല്ലേലൂയ ഉള്ളതായ ഒരു സഭ. അവിടെ ആമേൻ ബലഹീനമായ ആമേൻ ഒരു അവസ്ഥയാണ്, ബലഹീനരായ വിശ്വാസികൾ. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു. അതിന് 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയാം. 3-ന്റെ 7-ാമത്തെ വാക്യം, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വയ്ക്കുന്നു, അത് ആരും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു, ആമേൻ, എന്റെ നാമം നിഷേധിച്ചില്ല. അപ്പൊ കർത്താവിന്റെ വചനം ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ പ്രാണനെ പോലെ കാത്തുകൊള്ളണം. അതാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, നോക്കിക്കുക, ഇവരോട് പറയുക, അവൻ നീ എന്റെ വചനം, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. ഹല്ലേലൂയ, എത്ര ഹല്ലേലൂയ ശക്തമായ ഒരു ദൂതാണെന്ന് ഹല്ലേലൂയ ദൈവമക്കൾ ഈ രാത്രികാലം തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ, കർത്താവിന്റെ വചനം കാത്തത് കൊണ്ട്, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ മുമ്പാകെ ആമേൻ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഒരു വാതിൽ തുറക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ആത്മീയ വിഷയത്തിലായിരുന്നാലും ഭൗതിക വിഷയത്തിലായിരുന്നാലും ആമേൻ ഏതെങ്കിലും ആമേൻ ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ സത്യസന്ധരായി ആമേൻ വിശ്വസ്തരായി കർത്താവിന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ കർത്താവ് നമ്മുടെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ വാതിലുകൾ തുറക്കും. ഏത് വാതിലും ആയിക്കൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, വിവരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ വാതിൽ ഹല്ലേലൂയ ഏതുമായിക്കോട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ആമേൻ ഹല്ലേലൂയ ഓരോ ആവശ്യങ്ങളുണ്ട്. ഹല്ലേലൂയ, ആമേൻ കർത്താവേ എനിക്ക് ഹല്ലേലൂയ ഒരു വാതിൽ തുറന്നു കിട്ടണം. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന എന്താ? ഇന്ന് രാത്രികാലം ഹല്ലേലൂയ വാത്സല്യ സഹോദരി ആമേൻ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലമുറകളുടെ വിഷയത്തെ കുറിച്ചൊക്കെ പറയാനിടയായി. ആമേൻ, സ്തോത്രം. എന്തെല്ലാം വിഷയങ്ങൾ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ ധ്വനിയിലൂടെ പ്രാർത്ഥന മാത്രമേ വരുന്നുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ ഓരോരുത്തർക്കും ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ചില വാതിലുകൾ തുറന്നു കിട്ടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ അടഞ്ഞു കിടക്കുന്നതായ ആ അവസ്ഥകളൊക്കെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ ചില വാതിലുകൾ തുറന്നു കിട്ടുവാനായി ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുട്ടിപ്പായിരിക്കുന്ന ദൈവജനമേ, ആമേൻ ഹല്ലേലൂയ വാതിലുകൾ നിശ്ചയമായും കർത്താവ് തുറക്കും. സ്തോത്രം. ഹല്ലേലൂയ, എന്നാൽ കർത്താവിന് ഹല്ലേലൂയ ഒന്നേ പറയുവാനുള്ള. സ്തോത്രം. ഹല്ലേലൂയ, നീ എന്റെ വചനം മുറുകെ പിടിച്ചുകൊള്ളണം, നീ എന്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ, ഒരു വിട്ടുവീഴ്ചയും കൂടരുത്. കൂടാതെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ആമേൻ ഒരു ദുരുപദേശകരും ആമേൻ അവസരം കൊടുക്കാതെ ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞവരെ ആമേൻ ഹല്ലേലൂയ നീ ഹല്ലേലൂയ കള്ളനെന്ന് കണ്ടതും ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് പറഞ്ഞവരെ പിന്നത്തേതിൽ നീ ഹല്ലേലൂയ അറിഞ്ഞതും ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ, ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ സത്യ ഉപദേശവുമായി ആമേൻ കടന്നു വരുന്നവരും വ്യാജ ഉപദേശവുമായി കടന്നു വരുന്നവരെയൊക്കെ നമ്മൾ ഹല്ലേലൂയ വേർതിരിച്ചറിയണം. ദൈവമക്കൾ ഹല്ലേലൂയ അതിനുള്ളൊരു കൃപയും ആമേൻ ഹല്ലേലൂയ ജ്ഞാനവും പ്രാപിച്ച് മുന്നോട്ട് പോയിക്കൊള്ളണം. ആമേൻ ഹല്ലേലൂയ സത്യത്തെ മുറുകെ പിടിച്ചുകൊള്ളണം, കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളണം. ആമേൻ ഹല്ലേലൂയ നിശ്ചയമായും ആമേൻ ഹല്ലേലൂയ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തുറക്കും. വലുതും വിശാലവുമായ വാതിലുകൾ കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വാതിലുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തുറക്കും. ഹല്ലേലൂയ, സാമ്പത്തികമായി ജനിക്കുന്ന വിഷയമാണോ, ആമേൻ രോഗത്താൽ വലയുന്ന വിഷയമായി ആണോ, ഹല്ലേലൂയ എന്ത് വിഷയമായിക്കൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ തലമുറയുടെ വിഷയമായിക്കൊള്ളട്ടെ. സ്തോത്രം. ഹല്ലേലൂയ ശുശ്രൂഷ മണ്ഡലങ്ങൾ
യുവജനങ്ങളായിക്കോട്ടെ, സ്തോത്രം അല്ല അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറപ്പാൻ കർത്താവ് ശക്തനാണ്. വിശ്വസ്തനായി നിന്നാൽ കർത്താവ് വലിയ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അല്പം സമയം മുന്നോട്ട് കടന്നുപോയല്ലോ. അവസരം തന്ന ദൈവദാസനോടും ദൈവസഭയ്ക്കും ഹല്ലേലൂയ, ദൈവജനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവജനത്തോടും ഹല്ലേലൂയ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹീതമായ നിലയിൽ കർത്താവിന്റെ വചനം സംസാരിച്ച ദൈവദാസനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് സമയം അല്പം മുമ്പോട്ട് പോയതുകൊണ്ട് അല്പം തിടുക്കത്തോടെ സ്തോത്രം കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിനായി ബ്രദർ ബിജു ജേക്കബിനെ സ്നേഹത്തോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. സന്തോഷത്തോടെ വന്നാലും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം പ്രാർത്ഥനാ സംഘമായി കൂടുവാൻ ദൈവം നമ്മളെ അനുവദിച്ച സർവ്വകൃപാലുവായ ദൈവത്തിന് എല്ലാ നന്ദിയും മാനവും പുകഴ്ച അർപ്പിക്കുന്നു. ഇന്റർനാഷണൽ പ്രാർത്ഥനാ ധ്വനി ചെയർമാൻ ബെൻസൺ പാസ്റ്റർ അവരുടെ കുടുംബത്തിന് KSA ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പ്രെയർ നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്ത ബ്രദർ സ്റ്റിജി ജോർജ് ടീമിനോട് KSA ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതേപോലെ ഇന്ന് നമ്മുടെ ആരാധന ലീഡ് ചെയ്ത പാസ്റ്റർ ജോജി ജോർജ് അവറുകൾ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയെ സംബന്ധിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ കുടുംബത്തോടുള്ള നന്ദി കടപ്പാടുകൾ KSA ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഓപ്പൺ പ്രെയർ നമുക്ക് വേണ്ടി പ്രാർത്ഥനയിൽ സഹായിച്ച ബ്രദർ സന്തോഷ് അവറുകൾക്ക് KSA ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ പ്രാർത്ഥന ലീഡ് ചെയ്ത സിസ്റ്റർ സൂസൻ ആന്റി അവറുകൾ, പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച സ്റ്റിജി അനുദാസ് ബ്രദർ, ജെറീന സിസ്റ്റർ അവരോടുള്ള KSA ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചത് KSA സിംഗേഴ്സ്, എന്നോടൊപ്പം ചേർന്ന് പാടിയ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവര് ഡ്യൂട്ടിയോട് അനുബന്ധിച്ചെങ്കിൽ ആയിരുന്നെങ്കിലും പ്രാക്ടീസിനൊക്കെ കടന്നു വന്നു. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെങ്കിലും അത് ചെയ്യുവാൻ പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. അവരുള്ള നന്ദിയും സ്നേഹവും KSA ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ ധ്വനി KSA ചാപ്റ്ററിന്റെ പേരിൽ അറിയിക്കുന്നു. അതേപോലെ നല്ല മെസ്സേജ് നമുക്ക് വേണ്ടി നൽകിയ പ്രിയ അച്ചായൻ, ഒത്തിരി ദിവസങ്ങളായി കണ്ടെങ്കിലും ഒരിക്കൽ കൂടി കാണുവാൻ കഴിഞ്ഞു. അടഞ്ഞ വാതിലുകൾ തുറക്കുന്ന ദൈവം, വളരെ സന്തോഷം. നല്ല മെസ്സേജ് നമുക്ക് വേണ്ടി നൽകിയ പ്രിയ ദേവദാസനെ, കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനാ ധ്വനി KSA ചാപ്റ്ററിന്റെ പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഈ ആരാധനയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർ, രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ, സിംഗേഴ്സ് എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിലുപരിയായി മുന്നോട്ട് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആർക്കെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കുക. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിച്ച പ്രിയ ബിജു ബ്രദറിനോടുള്ള പ്രത്യേകം നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ വളരെ കൃത്യമായി ദൈവജനത്തോട് സംസാരിക്കാനിടയായി തീർന്നല്ലോ. സ്തോത്രം. അല്പം ശക്തിയുള്ള സ്തോത്രം വചനം കാത്ത, ദൈവത്തിന്റെ നാമം നിഷേധിക്കാത്ത ഫിലദൽഫിയ സഭയ്ക്ക് വേണ്ടി ദൈവം തന്റെ വാതിലുകൾ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും തുറക്കാൻ കഴിയാത്ത വാതിൽ, പ്രൈസ് ദി ലോർഡ്, ആരാലും അടച്ചു കളയാൻ കഴിയാത്ത വാതിൽ ദൈവം നാമം നിഷേധിക്കാത്തവർക്ക് വേണ്ടി, വചനം കാത്തവർക്ക് വേണ്ടി തുറന്നു. കർത്തദാസനോട് ശക്തമായി ഹല്ലേലൂയ ഇന്ന് രാത്രി നാം കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പണിയുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. രാജ്യങ്ങളെ പണിയുവാൻ, ദേശങ്ങളെ പണിയുവാൻ, ജാതികളെ പണിയുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. പ്രാർത്ഥന എന്ന ചങ്ങലയാൽ അനേകരെ പണിതെടുക്കുവാൻ ഈ നാളുകളിൽ പ്രാർത്ഥനാ ധ്വനിയിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാത്രി ബന്ധപ്പെട്ട് ഇതിൽ സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ പര്യവസാനിപ്പിക്കുന്നു. തുടർന്ന് പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോജി ജോൺസൺ അവர்கள் പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മീറ്റിംഗ് പര്യവസാനിപ്പിക്കും. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ദൈവം, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തെ
അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഹല്ലേലൂയ സൗദി അറേബ്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വിവിധ കോണിൽ ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഒരുമിച്ച് കൂടി വന്ന് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് പാടുവാൻ ആരാധിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം വിവിധ വിഷയങ്ങളുടെ മധ്യസ്ഥയാണെന്ന് പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ ഭക്തന്മാരെ കരുതുന്ന ദൈവത്തിന്റെ വൻ കൃപകളെ കുറിച്ച് കേൾക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ കേൾപ്പിച്ച ഹല്ലേലൂയ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ സ്തോത്രം ഇതിന്റെ ഹല്ലേലൂയ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഹല്ലേലൂയ നേതൃത്വം വഹിക്കുന്ന ആമേൻ പ്രിയ ദൈവദാസന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മെഡ്സൺ പാസ്റ്ററെ കുടുംബമായി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഹല്ലേലൂയ സ്തോത്രം അങ്ങ് നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷയുടെ ഹല്ലേലൂയ ചെയർമാനായിരിക്കുന്ന ഹല്ലേലൂയ നേതൃത്വം വഹിച്ച പ്രിയ ജോജി ജോർജ് പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഭാഗമായ ഓരോ സഹോദരി സഹോദരന്മാരെ ഞങ്ങൾ ഹല്ലേലൂയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സൗദി അറേബ്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ സ്തോത്രങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് തന്ന ഈ വലിയ ഭാഗ്യത്തിനായി എനിക്ക് കൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായി സ്തോത്രം സ്വലം പ്രിയ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ ആമേൻ. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിച്ചുവഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സവാസവും കാവലും നമ്മോടുന്ന പ്രാർത്ഥന എല്ലാ വിഷയത്തിന്റെ മേലും ഈ സ്വീ മീറ്റിംഗിൽ കൂടി കടന്നു കൂടിയ എല്ലാ പ്രിയ ദൈവമക്കളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർത്താവേ യേശുവേ വേഗം വരണമേ. ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനെ പിന്നെ അധ്വാനിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ഇതിന്റെ സംഗമം പൂർത്തീകരിക്കുവാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സമയാതീതമായി ഇത്തിരി സമയം മുന്നോട്ട് പോയെങ്കിലും സമയാതീതമായി പൂർത്തീകരിക്കുവാൻ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാവക്കായ ഇതില് 30ഓളം ഡിവൈസുകൾ ഓപ്പൺ ആയിരുന്നു. എല്ലാവരുടെയും പേരുകൾ അറിയത്തില്ലെങ്കിലും അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇനി അടുത്ത മാസക്കാലം ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. പ്രൈസ് പ്രൈസ് ദി ലോർഡ്.